ധർമ്മസ്ഥലയിൽ 11ാം പോയിന്റിലെ പരിശോധനയും പൂർത്തിയായി. പരിശോധനയിൽ സംശയാസ്പദമായി ഇവിടെ നിന്ന് ഒന്നും ലഭിച്ചില്ല. 2.5 മണിക്കൂർ സമയമെടുത്താണ് 6 അടി താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയത്. പിന്നീട് ചെറിയ JCB ഉപയോഗിച്ച് കുഴി മൂടുകയായിരുന്നു. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 100-ലധികം അസ്ഥിയുടെ ഭാഗങ്ങൾ ലഭിച്ചിരുന്നു. ഇന്നലെ ലഭിച്ച അസ്ഥിഭാഗം 2 വർഷം വരെ പഴക്കമുള്ളതാണെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ നിഗമനം. നിലത്ത് ചിതറിക്കിടക്കുന്ന രീതിയിലായിരുന്നു അസ്ഥിഭാഗങ്ങൾ. 1.5 മുതൽ 2 വർഷം വരെ പഴക്കമുള്ള മൃതദേഹം സംബന്ധിച്ച കേസ് SIT അന്വേഷിക്കില്ലെന്നാണ് സൂചന. അസ്ഥികളിൽ ടിഷ്യൂ ഭാഗമുണ്ടായിരുന്നു. കുഴിച്ചിട്ട നിലയിലായിരുന്നില്ല. നിലത്ത് ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു അസ്ഥിഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. അടുത്തൊരു മുണ്ടും മരത്തിൽ കെട്ടിത്തൂങ്ങിയ പോലെ ഒരു സാരി കുടുക്കിയിട്ടതും ഉണ്ടായിരുന്നു. അസ്ഥിയുടെ ടിഷ്യൂവും മറ്റു ഭാഗങ്ങളും ഉപയോഗിച്ച് ഫോറൻസിക് പരിശോധനയിൽ പഴക്കം നിർണ്ണയിക്കാം. അധികം പഴക്കമില്ലാത്ത മൃതദേഹമാണെങ്കിൽ അത് SITയുടെ അന്വേഷണ പരിധിയിൽ വരില്ല. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷന് കീഴിൽ അസ്വാഭാവിക മരണമായി രജിസ്റ്റർ ചെയ്യേണ്ട കേസാണിത്. 1998 മുതൽ 2014 വരെ പലയിടങ്ങളിലായി മൃതദേഹം കുഴിച്ചു മൂടിയെന്നാണ് സാക്ഷിയുടെ മൊഴി. കുറച്ച് ദിവസങ്ങളായി സാക്ഷി പറഞ്ഞിരുന്ന 13 സ്പോട്ടിലായിരുന്നു പരിശോധന നടത്തി വന്നിരുന്നത്. എന്നാൽ സാക്ഷി കഴിഞ്ഞ 2 ദിവസമായി തനിക്ക് പുതിയ ചില സ്പോട്ടുകൾ അറിയാമെന്ന് പറഞ്ഞു. അവിടങ്ങളിൽ പരിശോധന നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് 11ാമത്തെ സ്പോട്ടിൽ പരിശോധനയ്ക്കായി എത്തിയ സമയത്താണ് സാക്ഷിയുടെ ആവശ്യം പരിഗണിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. DGPയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സാക്ഷി പറയുന്ന പുതിയ സ്പോട്ടിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാമെന്ന് തീരുമാനമെടുത്തത്. ഇന്നലെ രാവിലെ വളരെ അപ്രതീക്ഷിതമായാണ് 11ാമത്തെ സ്പോട്ടിന് പകരം ഉൾക്കാട്ടിലേക്ക് സാക്ഷിയെ കൊണ്ടുപോയി പരിശോധന നടത്തിയത്. ഏതാണ്ട് 3 അടി താഴ്ചയിൽ പരിശോധന നടത്തിയപ്പോൾ തന്നെ അസ്ഥിഭാഗങ്ങൾ ലഭിക്കുകയായിരുന്നു.